നമുക്കിപ്പോൾ ജോൺ ബ്രിട്ടാസ് MP കൂടി ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ നടക്കുന്ന വാർത്തകൾ തീർത്തും നാടകീയമായ സംഭവങ്ങൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ ED അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നു. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. നാളെ സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് ധൃതി പിടിച്ചുള്ള ഈ ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം ശ്രീ ബ്രിട്ടാസ്, ഈ ഒരു തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ? ലോകത്തിലെ ഒരു രാജ്യത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ശേഷം പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടൊരു കാര്യം. 2, ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രയോ മുമ്പ് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, പ്രഖ്യാപനം വന്നു, തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പുറത്തു വന്നു. പ്രതിപക്ഷ നിര സജീവമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ആ നിരയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ, അതും ഒരു മുഖ്യമന്ത്രിയെ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കേവലപരമായ ജനാധിപത്യ മര്യാദകളുടെ ലംഘനമായിട്ട് നമുക്ക് കാണണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പറയുന്ന എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട അവർ ആരോപിക്കുന്ന, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ ആരോപിക്കുന്ന തുക എന്ന് പറയുന്നത് 100 കോടിയോ 200 കോടിയുടെ അഴിമതിയാണ് ഇവർ ആരോപിക്കുന്നത്. തെളിഞ്ഞിട്ട് തന്നെ ഇല്ല. ഇവിടെ 16,000 കോടി 20,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പരസ്യമായ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇവരുടെ കാൽപ്പനികമായിട്ടുള്ള 100 കോടിയുടെ പുറകെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോയി ഒരു മുഖ്യമന്ത്രിയെ, അതും പ്രതിപക്ഷത്തുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണ്. മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട്, ജയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവിൽ പ്രതിപക്ഷത്തെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ അറസ്റ്റിനെ നോക്കിക്കാണാൻ വേണ്ടി. പക്ഷേ ആത്യന്തികമായിട്ട് ജനകീയ കോടതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പെപ്പടി വിദ്യകളിലൊന്നും ജനങ്ങളെ തളയ്ക്കാൻ കഴിയില്ല, ജനവിധിയെ തളയ്ക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കേന്ദ്ര ഭരണാധികാരികൾക്ക് ഉണ്ടാകണം. ചരിത്രത്തിൽ നിന്നുള്ള ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ ഇനിയെങ്കിലും മോഡി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ബ്രിട്ടാസ് പ്രതികരിച്ചതിന്.